ഉള്ള ടിക്കറ്റ് പുറത്ത് വെക്കണ നേരത്തായിരുന്നു മണിച്ചേട്ടൻ ഫജീറ കാറിൽ വന്നത്. അപ്പോ എന്റെ കയ്യിലുണ്ടായി 29 ബമ്പർ ടിക്കറ്റ് മണിച്ചേട്ടൻ വാങ്ങിയിട്ട് 5000 രൂപ തന്നു എനിക്ക്. എന്റെ ബെൻ കണ്ടിട്ട് മണിച്ചേട്ടനോടുള്ള ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട് എഴുതിയതാ. ഞങ്ങള് 2 മക്കളെ നോക്കാനായിട്ട് അമ്മ കൂലിപ്പണിക്ക് പോകും. അങ്ങനെയൊക്കെ പണിക്ക് പോയിട്ടാണ് എന്നെ എന്റെ പെങ്ങളൊക്കെ വളർത്തി വലുതാക്കിയത്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മ കൂലിപ്പണിക്ക് പോണ സമയത്ത് അമ്മേനെ നന്ദിക്കര വെച്ചിട്ട് വാഹനാപകടം പറ്റി. നമ്മുടെ ആമ്പല്ലൂര് പാലിയേക്കര മറ്റേ കലവറ തട്ടുകടയുണ്ട്, അവിടെ പാത്രം കഴുകാൻ പോകും. വെൽക്കം ടു ഇൻഫ്രൈ മീഡിയ. സോ ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്നത് ഇദ്ദേഹം ഒരു സിനിമാ താരമല്ല, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കത്തിക്കേറി നിൽക്കുന്ന ആളുമല്ല. പക്ഷേ മനുഷ്യർക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ മറ്റൊരു വ്യക്തിയാണിത്. യെസ്, നമ്മുടെ കൂടെ ഇന്ന് ഇരിക്കുന്നത് രേവന്ത് ബാബു. നമസ്കാരം. നമസ്കാരം. ഇത് രേവന്തിന്റെ സ്റ്റൈലാണോ? ഈ കാക്കി, അതുപോലെ തന്നെ ഈ ഒരു ലുക്ക്, ഈ ചന്ദനം, ഇതൊക്കെ താങ്കളുടെ സ്റ്റൈലാണോ? സ്റ്റൈലാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാക്കി ഇട്ടത് ഈ കോവിഡ് വന്ന സമയത്താ കാക്കി ഇട്ടത്. അതിനു മുന്നേ ഞാൻ CD കച്ചവടമായിരുന്നു, കലാഭവമണിച്ചേട്ടന്റെ CD കച്ചവടമായിരുന്നു. CD കച്ചവടം കോവിഡ് വന്നപ്പോ ഉത്സവപ്പറമ്പില് വലിയ കാര്യങ്ങളൊക്കെ വന്നപ്പോ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കാക്കിയിട്ടത്. ഓക്കെ, അപ്പൊ ഓട്ടോ എത്രാമത്തെ വയസ്സിലാണ് ജീവിതത്തിലേക്ക് വരുന്നത്? അതുപോലെ തന്നെ ഈ വഴിത്തിരിവ് ഓട്ടോ വന്നതിന് ശേഷം? അതെ, നമ്മുടെ കോവിഡ് വന്നപ്പോ ഉപജീവന മാർഗങ്ങളൊക്കെ മുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഓട്ടോറിക്ഷ തൃശ്ശൂർ ടൗണിൽ വാടകയ്ക്ക് ഓടിച്ചു തുടങ്ങിയത്. അങ്ങനെ കോവിഡ് കാലം കഴിഞ്ഞു. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ലോൺ ഇട്ട് വാങ്ങി. ആ വണ്ടിയാണ് ഇപ്പോഴും ഓടിക്കുന്നത്. ആ ഓടിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മാറ്റിയിട്ടാണ് ഇപ്പോൾ പാവപ്പെട്ട രോഗികളെ, ക്യാൻസർ പേഷ്യൻറ്റുകളൊക്കെ ഫ്രീ ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും. തൃശ്ശൂർ ജില്ലയിൽ നിന്ന്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിക്കുകയാണ്, ഡിസ്ചാർജ് ആയി രേവത, പോവാൻ കാശില്ല, ഒരു പേഷ്യൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചെല്ലും. അവരെടുത്ത് അവർ പറയുന്ന അവരുടെ സ്ഥലങ്ങളിൽ കൊണ്ടാക്കും, തിരിച്ചു പോരും. അപ്പൊ അതിനൊക്കെ ഡീസൽ അടിക്കാനുള്ള പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എത്ര നാളായിട്ട്, ഇപ്പൊ ഏത് വർഷമാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്ത് 2021. ഇപ്പൊ 6 വർഷമായി. 6 വർഷമായി. ഏറ്റവും ആദ്യമായിട്ട് സൗജന്യ യാത്ര നടത്തിയ രോഗി ആരായിരുന്നു? രോഗി ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. നമ്മളതൊന്നും ഓർത്ത് വെക്കുന്നില്ല. ഫസ്റ്റ് ഒരു പേഷ്യന്റ് വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെടുകണ്ടത്തേക്കാ, ഇടുക്കി നെടുകണ്ടം. അപ്പൊ അവിടെ കൊണ്ടുപോയി ആക്കി. അവരൊന്ന് ഡീസൽ അടിച്ചു തന്നു അവര്. അപ്പൊ നമ്മള് കുറച്ച് ഇങ്ങോട്ട് പോരാനുള്ള ആദ്യത്തെ സൗജന്യ യാത്ര, ആദ്യത്തെ പെട്രോൾ അടിക്കുന്നത് താങ്കളാണോ? അതെ. അത് അവര് അങ്ങോട്ട് ഡീസൽ അടിച്ചു തന്നു, ഇങ്ങോട്ട് ഞാൻ ഡീസൽ അടിച്ചു പോന്നു. അവരെ അത്ര പൈസ ഉണ്ടായുള്ളൂ. അവരെ ഡിസ്ചാർജ് ആയി ചികിത്സ കഴിഞ്ഞപ്പോൾ ഫണ്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചെന്നത്. പിന്നെ അതേപോലെ ഇപ്പോൾ ക്യാൻസർ പേഷ്യന്റിനെ കീമോ ചെയ്യാനും റേഡിയേഷൻ ചെയ്യാനൊക്കെ RCC തിരുവനന്തപുരം, ചിത്തിര അങ്ങനെയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകും. പിന്നെ തമിഴ്നാട് കാണാവിളക്ക് ഹോസ്പിറ്റല് ട്രീറ്റ്മെന്റ്, അവിടെ പൈസ കുറവാണ്, സൗജന്യമാണ് എല്ലാത്തിനും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാൻസർ രോഗികൾക്കായിട്ട് ഒരു സൗജന്യ യാത്ര താങ്കളുടെ ഓട്ടോയിൽ കൊണ്ടുവരാൻ താങ്കൾ ആഗ്രഹിച്ചതിന്റെ കാരണം? അത് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, സാധാരണ നിർധന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സൗജന്യ യാത്ര ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സാധാരണക്കാരനാണ്. എന്നെ പോലെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവര് ഇല്ലായ്മയിൽ നിന്ന് ഒരു പെട്ടെന്ന് രോഗാവസ്ഥ വരുമ്പോ അവരെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്നെ കൊണ്ട് പൈസ കൊടുത്ത ഒരാൾക്ക് സഹായിക്കാൻ തന്നെ. ഇപ്പൊ ഞാൻ പണക്കാരനൊന്നല്ല. അപ്പൊ എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ട്. ആ ഓട്ടോറിക്ഷ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അവരെ വീടുകളിലേക്ക് ഡിസ്ചാർജ് ആയിട്ട് കൊണ്ടാക്കുക. പിന്നെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. അപകടം, നമ്മൾ ഓട്ടോറിക്ഷ കൊണ്ട് ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ വല്ല അപകടം കണ്ടു കഴിഞ്ഞാൽ അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുക. അപ്പോൾ ഓരോരുത്തർ പറയും, രേവത അങ്ങനെയൊന്നും വണ്ടി ഇടിച്ച ആക്സിഡന്റ് കേസൊന്നും എടുത്ത് ആശുപത്രി കൊണ്ടുപോയില്ല, ജയിലിൽ കയറി ഇറങ്ങും. ഞാൻ പറഞ്ഞു, അങ്ങനെ ജയിലിൽ കയറി ഇറങ്ങി ഞാൻ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ അങ്ങനെ വിധിച്ചോട്ടെ, എനിക്ക് അതിനൊരു പേടിയില്ല. ഞാൻ പറഞ്ഞു, ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയെങ്കിൽ അതിന് ഞാൻ ദൈവത്തിനോട് ഞാൻ നന്ദി പറയും. ആ ജീവൻ നഷ്ടപ്പെട്ടാലും ദൈവത്തിന്റെ കയ്യിലല്ല. അപ്പൊ നമ്മൾ രക്ഷിക്കാൻ നോക്കുക. ഞാൻ ചിലപ്പോ രക്ഷിക്കുന്ന ആ ഒരാളാവും ആ കുടുംബത്തിലെ ഒരു അത്താണി. അതുകൊണ്ടാണ് ഞാൻ ഇന്നും
സേവനം തുടർന്ന് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. ഈ സേവനത്തിന്റെ കൂടെയുള്ളത് ഓട്ടോയാണ്, പിന്നെ ഓട്ടമാണ്. അമ്മ അല്ലെ. വ്യക്തി ജീവിതത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ എങ്ങനെയാണ് കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ ഓർക്കുന്ന സമയത്ത്? കുട്ടിക്കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാടെന്ന് പറഞ്ഞൊരു ജീവിതമായിരുന്നു. എനിക്ക് 1 വയസ്സും പെങ്ങൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ അമ്മേനെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയത്. അച്ഛൻ്റെ വീട് അങ്കമാലി വട്ടപ്പറമ്പ് കോടിശ്ശേരി ആശുപത്രിയുടെ ബാക്കിലാണ്. ബാബു എന്ന അച്ഛൻ്റെ പേര്. അച്ഛൻ അമ്മേനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അമ്മയ്ക്ക് അച്ഛൻ്റെ വീട്ടിൽ അങ്കമാലി വെച്ച് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടിരുന്നു അമ്മയ്ക്ക്. അപ്പം അമ്മ മാമൻ്റെ വീട്ടിലേക്ക് മാമൻ കൂട്ടിക്കൊണ്ടുവരിക ചെയ്തത്. അന്നാണ് അവിടെ നിന്ന് തുടങ്ങിയത് കഷ്ടപ്പാട്. പിന്നെ അമ്മ 1 വയസ്സിൽ ഞങ്ങള് 2 മക്കളെ നോക്കാനായിട്ട് അമ്മ കൂലിപ്പണിക്ക് പോവും, വാർക്കപ്പണിക്ക് പോവും, പിന്നെ റോഡ് പണിക്ക് പോവും. അങ്ങനെയൊക്കെ കാശ് കൊണ്ടാണ് അങ്ങനെയൊക്കെ പണിക്ക് പോയിട്ടാണ് എന്നെ എൻ്റെ പെങ്ങളൊക്കെ വളർത്തി വലുതാക്കിയത് ചെറുപ്പം മുതല്. അപ്പൊ ആ കഷ്ടപ്പാട് കണ്ടു വളർന്നതുകൊണ്ടാണോ താങ്കളൊരു സഹായി എന്ന രീതിയിൽ നന്മ ചെയ്യാവുന്നതിലേക്ക് അല്ല എത്തിയത്? ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടാണ്. അതുപോലെ ഉള്ള കഷ്ടപ്പാടിലൂടെ വളർന്നു വന്നവരും പ്രയാസം അനുഭവിക്കുന്നവരാണ് ഞാൻ ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവര് അമ്മ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരും. അങ്ങനെ ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മ കൂലിപ്പണിക്ക് പോണ സമയത്ത് അമ്മേനെ നന്ദിക്കര വെച്ചിട്ട് വാഹനാപകടം പറ്റിയപ്പോൾ അമ്മക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ടായപ്പോഴാണ് പെങ്ങളെ പഠിപ്പിക്കണം, അമ്മേരെ ചികിത്സ ചെലവൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങിയത്. ലോട്ടറി കച്ചവടം തുടങ്ങിയത് അങ്ങനെയാണ്. അതിനു മുന്നേ ലോട്ടറി കച്ചവടം തുടങ്ങാനായിട്ട് മുമ്പ് നമ്മുടെ ആമ്പല്ലൂര് പാലിയേക്കര മറ്റേ കലവറ തട്ടുകടയുണ്ട്, അവിടെ പാത്രം കഴുകാൻ പോവും സ്കൂൾ വിട്ട് വന്നിട്ട്. അപ്പോൾ 50 രൂപ കിട്ടും. അതുകൊണ്ടൊന്നും ആവില്ല എന്ന് കണ്ടിട്ടാണ് ലോട്ടറി കച്ചവടത്തേക്ക് തിരിഞ്ഞത്. അങ്ങനെ ലോട്ടറി കച്ചവടം ചെയ്ത് എൻ്റെ ഫോട്ടോ ഫീച്ചർ വന്നു മാതൃഭൂമി നഗരം പേജില്, ഭാഗ്യം തേടി രേവതിന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഫീച്ചർ കണ്ടിട്ട് കലാഭവൻ മണിച്ചേട്ടന്റെ സുഹൃത്ത് ചാലക്കുടി കൂടപ്പുഴയുള്ള വിനോദേട്ടനോട് പറഞ്ഞു, ഈ പയ്യനെങ്കിൽ കാണണം എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് മണിച്ചേട്ടിലേക്ക് എത്തുന്നത്. അതെ. അങ്ങനെ ഞാൻ ലോട്ടറി വിറ്റിട്ട് വരന്തരപ്പള്ളിന്ന് ആമ്പല്ലൂര് വരെ നടന്ന് ലോട്ടറി വിറ്റ് വരണേന്റെ ഇടയില് ഒരു ചോപ്പ കാറ് വന്ന് നിർത്തി. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് റിവേഴ്സ് വന്നിട്ട് പറഞ്ഞു, രേവത് ബാബു അല്ലേ ചോദിച്ചു. അപ്പൊ എന്താ ടിക്കറ്റ് വെക്കണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ കഷ്ടപ്പാടായിട്ടാ, അമ്മ വയ്യാണ്ടിരിക്കുകയാണ്, ചേച്ചിനെ പഠിപ്പിക്കണം, പിന്നെ ഞാനും പഠിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, എൻ്റെ സുഹൃത്ത് സിനിമയിൽ അഭിനയിക്കുന്ന കലാഭവമണി എന്ന പേര്, എൻ്റെ പേര് വിനോദ് എന്നാണ്. അപ്പോൾ അടുത്ത ആഴ്ച ചാലക്കുടിയിൽ മോൻ വന്നു കഴിഞ്ഞാൽ മണിച്ചേട്ടനെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനത്തെ നമ്പർ തന്നിട്ടാണ് പോയത് വിനോദേട്ടൻ. എന്നിട്ട് ആ നമ്പറിൽ വിളിച്ച് ഞാൻ ചാലക്കുടിക്ക് ചെന്നു. ചാലക്കുടി ചെന്നപ്പോൾ ഞാൻ ടിക്കറ്റും കൊണ്ടുപോയി, 29 ബമ്പർ ടിക്കറ്റും കൊണ്ടുപോയി. അന്നത്തെ 100 രൂപ ടിക്കറ്റ്. അപ്പോൾ അന്ന് ബമ്പർ നറുക്കെടുപ്പിന്റെ ദിവസമായിരുന്നു. അങ്ങനെ ടിക്കറ്റ് നറുക്കെടുപ്പിന്റെ അന്നാണ് പോണത്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഉള്ള ടിക്കറ്റ് പുറത്ത് വെക്കണ നേരത്തായിരുന്നു മണിച്ചേട്ടൻ ഫജീറ കാറിൽ വന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ സിനിമയിലെ കാണുന്ന മണിച്ചേട്ടനെ നേരിട്ട് കണ്ടപ്പോ ഒരു ഉള്ളു ഒരു. അപ്പൊ മണിച്ചേട്ടൻ വന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, എപ്പോഴും വന്നേന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ വന്നുള്ള ചേട്ടാ. അപ്പൊ വിനോദേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി മണിച്ചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മണിച്ചേട്ടന് സഹായിക്കണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ എന്റെ കയ്യിലുണ്ടായി 29 ബമ്പർ ടിക്കറ്റ് മണിച്ചേട്ടൻ വാങ്ങിയിട്ട് 5000 രൂപ തന്നു എനിക്ക്. അന്ന് 29 ബമ്പർ ടിക്കറ്റിന് 2900 രൂപ, 5000 രൂപ തന്നു. മണിച്ചേട്ടനെ സ്വാധീനിച്ചുകൊണ്ടാണോ താങ്കളുടെ ജീവിതത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഓട്ടോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓട്ടോയിൽ തന്നെ ബെൻ 100 എന്നാണ് താങ്കള്. എന്റെ ബെൻ 100 മണിച്ചേട്ടനോടുള്ള ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട് എഴുതിയതാ. അല്ലാതെ അത് ഫേമസ് ആവാൻ വേണ്ടി താങ്കള് അല്ല, ഫേമസ് ആവാൻ വേണ്ടിട്ടല്ല. അല്ല, കലാഭവൻ മണിച്ചേട്ടന്റെ വണ്ടിയുടെ പേരും ബെൻ 100. അതെ, ഞാൻ ഓട്ടോ ഓടിക്കുന്ന വണ്ടിയുടെ പേരും ബെൻ 100. മണിച്ചേട്ടനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ആ ബെൻ 100 എന്ന് പേരിട്ടത്. ഓട്ടോ വിടാത്തതിന്റെ കാരണം മണിച്ചേട്ടനുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. ചാലക്കുടിക്കാരൻ, നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ. താങ്കൾ വിളിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു മണിച്ചേട്ടന്റെ പാട്ടാണ് ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള ആ പാട്ട് തന്നെ എന്റെ പാട് കേക്കട്ടെ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള
മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ, മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി ഞാൻ, മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി ഞാൻ, നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, വരിക്കച്ചക്കട ചോള കണക്കിന് മനോഹരമാണ്. മനുഷ്യരുടെ പാട്ടുകൾ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല. അതിനൊരു ചങ്ങലയാ, നമ്മുടെ മനസ്സിൽ നിന്നും മരിക്കാത്തൊരു കലാകാരൻ മണിച്ചേട്ടനാണ്. മണിച്ചേട്ടന്റെ ഓർമ്മകളിലേക്കൊക്കെ നമുക്ക് വരാം. നമുക്ക് രേവന്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇപ്പൊ അടുത്ത് എനിക്ക് തോന്നുന്നു ഓട്ടോയില് ഇതുപോലെ തന്നെ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് ചെന്നൈയിലേക്കാണ് പോയത്. ചെന്നൈയിലേക്ക് എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? ഇപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും സപ്പോർട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? സപ്പോർട്ടൊക്കെ ആൾക്കാർ മുടക്കാണ്. ശത്രുക്കളുണ്ടോ? അതെ അതെ, ശത്രുക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുപാട് ശത്രുക്കളാ. നമ്മളൊരാളെ നല്ല കാര്യം ഒരാളെ സഹായിക്കുമ്പോ അത് മുടക്കാൻ ഒരു 50 പേരുണ്ടാവും. നമുക്ക് അങ്ങോട്ട് വരാം. എങ്ങനെയാണ് ഇപ്പൊ തൃശ്ശൂരിൽ നിന്നാണ് ചെന്നൈക്ക് പോയത്? തൃശ്ശൂര് ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് വെല്ലൂര് വരെ പോയി. വെല്ലൂര് വരെ അത് 2 കാലം മുറിച്ച് കളഞ്ഞ ഒരു പേഷ്യന്റാ. അത് തൃശ്ശൂര് ജില്ലയില് കെട്ടിടം പണിക്ക് വന്നിട്ട് ഒരു അണ്ണനും അക്കയാണ്. അപ്പൊ അവര് വന്ന് വീണ് പണിയുടെ ഇടയിൽ വീണിട്ട് 2 കാലം മുറിച്ച് കളഞ്ഞിട്ട് അവരെ കൊണ്ട് ചെന്നൈയിൽ അവരെ വീട്ടിൽ നാട്ടിൽ കൊണ്ടാക്കി. അപ്പൊ അവരില് ഒറ്റ പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോ തൃശ്ശൂര് ഒരു ക്ലബ്ബുകാര് ഫുൾ ഡീസൽ അടിക്കാനുള്ള ഫണ്ട് തന്നു. 5500 രൂപ തന്നു. അപ്പൊ പോയി ഡീസൽ അടിച്ച് കൊണ്ടുപോയി ആക്കി തിരിച്ചു പോന്നു. അപ്പൊ ഒരുപാട് പേര് ചോദിക്കും, നിനക്ക് ഡിസ്ട്രിക്ട് പെർമിറ്റ് ഉള്ള ഓട്ടോറിക്ഷ കൊണ്ട് സംസ്ഥാനം വിടാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇത്രയും 5 കൊല്ലായിട്ട് ഞാൻ തമിഴ്നാട് ചോദിച്ചു നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരില്ല ഇങ്ങനൊക്കെ പോകുന്ന സമയത്ത്? അതാണ് ഓരോരുത്തര് ഇതേണ്ടില്ലേ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് തള്ളി പറച്ചിലുണ്ട്. അപ്പൊ അവരൊക്കെ ചോദിക്കണേ നിനക്ക് ഡിസ്ട്രിക്ട് പെർമിറ്റ് ഉള്ള ഓട്ടോറിക്ഷ കൊണ്ടല്ല ഈ സംസ്ഥാനം വിട്ടു പോണ്. ഞാൻ പറഞ്ഞു, സംസ്ഥാനം വിട്ടു പോയാലും അവിടെയുള്ള പോലീസുകാർ മനുഷ്യന്മാരാണ്, അവിടുത്തെ ഉദ്യോഗസ്ഥർ മനുഷ്യന്മാരാണ്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവര് അംഗീകരിക്കുക ചെയ്യുന്നത്. ഇപ്പൊ ഗോവിന്ദാപുരം ആയാലും മാളയാറായാലും മീനാക്ഷിപുരം ആയാലും കമ്പമേട്ട് ചെക്ക് പോസ്റ്റ് ആയാലും മാർത്താണ്ഡം ചെക്ക് പോസ്റ്റ് ആയാലും എവിടെ പോയാലും നമ്മളവിടെ നിർത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പോവുക. അപ്പൊ തമിഴ്നാട് RTO ചെക്ക് പോസ്റ്റിൽ ചെന്ന് പറയും, സാർ എനിക്ക് തമിഴ് കുറച്ച് അറിയാം. അപ്പൊ ഞാൻ പറയും, സാർ இந்த பேஷண்ட் டிஸ்சார்ஜ் பண்ணிட்டு வர, அவருக்கு கையில காசு இல்லை சார், அவர் ஊருக்கு கொண்டு போறேன், நீங்க പോയിട്ട് വാ, പാത്ത് പോയിട്ട് വരാൻ പറയും. അങ്ങനെ ഒരു നല്ല മനസ്സ് അവർക്കുണ്ട്. അപ്പൊ നമ്മളൊരു 6 വർഷമായി ഇത് പിന്തുടരുന്നു. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരുപാട് പോലീസുകാരും RTO ഓഫീസിലും സാറന്മാരും നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട്. ഒരുപാട് സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഒറ്റയാൾ പോരാട്ടം എന്ന രീതിയിലൊക്കെ പിന്നെ ഭയങ്കര മൃഗസ്നേഹിയാണോ? ഇതുപോലെ തന്നെ ഒരു വട്ടം ഇതുപോലെ തന്നെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ടായിരുന്നു, ഒറ്റയാൾ പോരാട്ടം, പോസ്റ്ററൊക്കെ വെച്ചിട്ട്. അതെ അതെ, അതെന്തായിരുന്നു അതായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് നിരപരാധികളായ മനുഷ്യന്മാർക്കും നിരപരാധികളായ മിണ്ടാപ്രാണികൾക്കും വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ്. കാരണം ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോരാടി വന്നതിന്റെ ആണോ അങ്ങനെ ഒരു? അതെ അതെ, എനിക്ക് എന്റെ പോരാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാന് ചെറുപ്പം മുതലുള്ള എനിക്ക് ജീവിതത്തില് പോരാട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. യെസ്. അപ്പൊ ഇതിലേക്ക് ഒറ്റയാൾ പോരാട്ടം, പോസ്റ്റർ, മൃഗങ്ങൾക്ക് നേരെയുള്ള ഉണ്ടാവുന്ന ക്രൂരതയെ കുറിച്ചിട്ടുള്ളായിരുന്നു അത് ഞാന് ഇതേപോലെ തന്നെ പേഷ്യൻസിന്റെ ഓട്ടം കഴിഞ്ഞ് വരുമ്പോ ഹൈവേയില് ഒരു പോത്തിന്റെ ജഡാണ് കാണുന്നത്. തൊട്ടപ്പുറത്ത് ഒരു സ്കൂളുണ്ട്, ഇപ്പുറത്തൊരു കമ്പനി ഉണ്ട്, അതുകൂടെ വഴി നടന്നു പോണ ജനങ്ങള് ഈ മിണ്ടാപ്രാണീനെ കൊന്നു തള്ളിയിട്ട് ചത്തിട്ട് തള്ളിയതാണ് വഴിയില്. അപ്പോ ഞാൻ അവിടെ കണ്ടില്ലെന്ന് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വിമിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ട്, വഴി നടക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഫോം വിളിച്ചു, ടോൾ പ്ലാസയ്ക്ക്, പാലേക്കര ടോൾ പ്ലാസയ്ക്ക് വിളിച്ചു, പോലീസ് അധികാരികളെ വിളിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റിനെ, അവിടുത്തെ ചേട്ടന്മാരെ നമ്പറൊക്കെ വാങ്ങി വിളിച്ചു. അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചത്ത പോത്തല്ല, ചത്ത പശുവല്ല, അവര് കണ്ടില്ലെന്ന് അടിച്ചു. അപ്പൊ ഞാൻ ഹൈവേരെ ഒരു സൈഡ് ഉപരോധിച്ചിട്ട് അവിടെ ഹൈവേയിൽ ഇരുന്നിട്ട്
ആ പോത്തിന് സമീപം ഇരുന്ന് പ്ലക്കാർഡ് പിടിച്ചിരുന്ന് കഴിഞ്ഞപ്പോ അവിടെ ബ്ലോക്ക് രൂക്ഷപ്പെട്ടു. അപ്പൊ ബ്ലോക്ക് രൂക്ഷപ്പെട്ടപ്പോ ആൾക്കാർ പോലീസിനെ അറിയിക്കാൻ തുടങ്ങി, ടോൾ പ്ലാസയ്ക്ക് അറിയിക്കാൻ തുടങ്ങി. അപ്പൊ അവരെല്ലാരും കൂടി വന്നു. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ മിണ്ടാപ്രാണീനെ സംസ്കരിക്കുക, അല്ലെങ്കിൽ ഈ മിണ്ടാപ്രാണീനെ കളഞ്ഞിട്ട് പോയി ലോറി കണ്ടുപിടിക്കാൻ നോക്കുക, ലോറിക്കാരനെതിരെ ഫൈൻ ഇടുക. അപ്പൊ പോലീസുകാർക്കും മറ്റേ ജനപ്രതിനിധികൾക്കും ലോറി കണ്ടുപിടിക്കാൻ പറ്റില്ല, തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ സംസ്കരിക്കുക എന്നുള്ളൊരു കടമയാണ്. അപ്പൊ അവര് JCB വിളിച്ചോണ്ടെന്ന് ഹൈവേയുടെ സൈഡിൽ തന്നെ കുഴിച്ചിട്ടു. അങ്ങനെ ഒറ്റയാൾ പോരാട്ടം വിജയം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഞാന് പട്ടിക്കാട് വരെ ഒരു ഓട്ടം പോയിട്ട് തിരിച്ചു വരുമ്പോ വീണ്ടും അതിന്റെ അപ്പുറത്ത് ഒരു പോത്ത് കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, കാലത്തന്നെ ചേട്ടാ ഇവിടുന്ന് ഒരു പോത്തിന് ഞാന് ഇവിടെ ഇരുന്നിട്ട് കുഴിച്ചിട്ടാ. അത് വീണ്ടും അതേപോലെ തന്നെ അവിടെ പ്ലക്കാർഡും പിടിച്ചിരുന്ന് അതിനും പോരാട്ടം നടത്തി അതിനും കുഴിച്ചിട്ടു. അപ്പൊ പോലീസുകാർ ചോദിക്കണേ, ഇതന്നെയാണ് നിനക്ക് പണിയാ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ പോരാട്ടം നടത്തിക്കൊണ്ടാണ് നമ്മള് ഇന്ന് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വിജയിച്ചു പോയിരുന്നത്. അതുപോലെ തന്നെ അരിക്കൊമ്പന് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തി. സംസാരിക്കുമ്പോഴേ ഭയങ്കര നിഷ്കളങ്കത ഫീൽ ചെയ്യുന്നുണ്ട്. താങ്കൾ അഭിനയിക്കുന്നതാണോ അല്ലെങ്കിൽ അല്ലല്ല, എനിക്ക് ജീവിതത്തില് കിട്ടിയതായത്. ഞാനിങ്ങനെ സംസാരിക്കുള്ളൂ. ആൾക്കാർ ചോദിക്കും ഇങ്ങനെ സംസാരിക്കുമ്പോ ചോദിക്കും, നീ വെള്ളടിച്ചിട്ടാണോ സംസാരിക്കുമ്പോ ചോദിക്കും. ഞാൻ വെള്ളടിക്കാറില്ല. അപ്പൊ ഞാനപ്പോ ഇങ്ങനെ തന്നെ സംസാരിക്കും. ജീവിച്ചിട്ട് ഇത്ര നാളായിട്ടും നമ്മളിങ്ങനെ തന്നെ സംസാരിക്കാറ്. ഭയങ്കര നിഷ്കളങ്കനാണ്. അതിന് എന്റെ ഈ വള പിടിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്റെ ഹൃദയം. വള ഭയങ്കര പ്രശ്നമാണല്ലോ. ഇല്ലില്ല, വള ഒരു പ്രശ്നമില്ല. ഒന്ന് പിടിച്ചു നോക്കിക്കാ ഉള്ളറിയാൻ പറ്റും. ഇത് കൊള്ളയാ. കാണുമ്പോ ഭയങ്കര വെയിറ്റ് തോന്നും, പക്ഷെ അതിന്റെ ഉള്ളിലൊന്നും ഇല്ല. ഇല്ല, പുറമോടി മാത്രമേ ഉള്ളൂ. അതെ. മാത്രം. അപ്പൊ നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ പറഞ്ഞ പോലെ തന്നെ പല വാർത്താ പ്രാധാന്യമുള്ള മേഖലയിലേക്ക് രേവന്ത് അറിയാതെ എത്തുന്നു, അല്ലെ? രേവന്ത് അറിയാതെ എത്തുന്നു പറയാം. എനിക്ക് തോന്നുന്നു ആലുവയില് ഒരു ചെറിയ പെൺകുട്ടിയെ ഒരു ബംഗാളി ബലാത്സംഗം ചെയ്ത് കൊന്നു കൊലപ്പെടുത്തിയ ആ ഒരു വാർത്ത ചാനലിലൊക്കെ നിറയുകയാണ്. ആ സമയത്ത് തൊട്ടടുത്ത ദിവസം തന്നെ രേവന്തിന്റെ മുഖം മലയാളികൾ കാണാണ്, വാർത്താ പ്രാധാന്യത്തോടു കൂടി തന്നെ. എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് താങ്കൾ എത്തുന്നത്? ഉണ്ണിമോൾക്ക് വീണ്ടും ഞാൻ മാപ്പ് പറയാണ്. അപ്പൊ ഞാൻ അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നൊരു ക്യാൻസർ പേഷ്യന്റിനെ കൊണ്ട് ഡിസ്ചാർജ് ആയിട്ട് അവര് കളമശ്ശേരിയിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വൈകിട്ട് 4 മണിക്കാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഓട്ടോറിക്ഷ എടുത്ത് തൃശ്ശൂർ വഴി വരുമ്പോ നമ്മുടെ ഡയറക്ടർ നജീബ് അലിഖാനെ കണ്ടിട്ടാ വരണത്. അപ്പൊ നജീബ് അലിഖ എന്നെ കണ്ടപ്പോ, രേവത അങ്ങോട്ട് പോണു. ഞാൻ പറഞ്ഞു, ഈ പേഷ്യന്റിനെ കളമശ്ശേരി കൊണ്ടാക്കാൻ പോവാ. ആളും സാക്ഷിയാണ് ഞാൻ പോണത്, മെഡിക്കൽ കോളേജിന് പേഷ്യന്റിയും കൊണ്ടുപോണത്. നജീബ് അലിക്കും കണ്ടിട്ടുണ്ട്. 5 മണിക്ക് തൃശ്ശൂർ എത്തിയപ്പോ 5 മണിയായി ബ്ലോക്കൊക്കെ കിട്ടിയിട്ട്. അപ്പൊ അവിടുന്ന് പോകുന്നു 6 മണി 7 മണി 7:45 8 മണിയായപ്പോഴാണ് കളമശ്ശേരിയിൽ കൊണ്ട് അവർ വീട്ടിലാക്കിയിട്ട് തിരിച്ചു പോരുമ്പോ എടപ്പള്ളി കഴിഞ്ഞിട്ട് സ്ഥലത്തിന്റെ പേര് ഗ്യാരേജ് പടി ആണെന്ന് തോന്നുന്നു, ആലുവ എത്തനായിട്ട് മുമ്പ്. അവിടെ ഭയങ്കര റൈറ്റ് സൈഡില് ഭയങ്കര ജനക്കൂട്ടം കണ്ടു. അപ്പൊ ഞാൻ വല്ല ആക്സിഡന്റ് ആവും, ആ ആക്സിഡന്റിൽ പെട്ട ആളെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് എന്റെ വണ്ടി വളച്ചെടുത്ത് ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തിയപ്പോഴാണ് ആക്സിഡന്റ് ആണോ ചേട്ടാ ഹോസ്പിറ്റലിൽ പോകണം ചേട്ടപ്പോ പറഞ്ഞ. ഇവിടെ ഒരു കുഞ്ഞു മോളെ ഒരു ഹിന്ദിക്കാരൻ ഇങ്ങനെ അതെ കൊന്ന ആ കുട്ടിയുടെ വീടാണെന്ന് പറഞ്ഞു, വാടക വീടാണോ. അല്ലാതെ വാർത്താ പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് അവിടെ എത്തിയതല്ല. ഞാൻ ഈ പേഷ്യനെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്. അപ്പൊ ഞാൻ അവിടേക്ക് വീട്ടിലേക്ക് ഉണ്ണിമോളെ കാണാനായിട്ട് കയറി ചെന്നു. നമ്മളെന്തായാലും ആ വഴി വന്നതല്ലേ, കണ്ടിട്ട് പോകാന്ന് വെച്ച് കയറി ചെന്നപ്പോ അവിടെ വാടകയ്ക്ക് കൊടുത്ത് ആ ഉണ്ണിമോള് താമസിച്ചിരുന്ന വീട് വാടകയ്ക്ക് കൊടുത്തിരുന്ന ഉടമസ്ഥൻ പറഞ്ഞു, ഇന്നല്ല മോനെ നാളെയാണ് ഉണ്ണിമോളുടെ സംസ്കാരം, കീഴ്മാട് ശ്മശാനത്തിലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി തിരിച്ചു പോയിട്ട് വരല് നടക്കില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത, ഓട്ടോറിക്ഷയിൽ തന്നെ കിടന്ന് കുറച്ച് ദിവസം താങ്കൾ അറിയപ്പെടുന്ന ഒരു പൂജാരിയായിട്ടാണ്. അപ്പൊ എന്തുകൊണ്ടാ അങ്ങനെ അതാണ്. അപ്പൊ ഞാൻ ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങി ഒരു രാത്രി 12 മണിയായപ്പോ
എന്നെ വന്ന് തട്ടി വിളിക്കാണ്, ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞിട്ട് തട്ടി വിളിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റു. എന്താ എന്താ ചേട്ടാ? അപ്പൊ ആള് ഹിന്ദിയിലെ പറഞ്ഞേ. എന്റെ ഈ കുറി കണ്ടിട്ട് ചോദിച്ചേ പൂജാരിയാണോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പൂജാരി അല്ല, അപ്പൊ ഞാൻ ഹിന്ദു ആന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു പൂജ വേണം, മൈ ചാന്ദിനി പാപ്പം മറുകയ, എന്റെ മോൾ മരിച്ചു, നാളെ കേരള മോഡൽ പൂജ വേണം. അപ്പൊ ഞാൻ എന്റെ അമ്മേനൊക്കെ വിളിച്ചു ചോദിച്ചു. അങ്ങനൊക്കെ അമ്മ അവിടെ ആരും വരില്ല, അവിടുന്ന് ഇത്ര ലോങ് അല്ല തൃശ്ശൂരിൽ നിന്ന് ആലുവയ്ക്ക് വരാനൊക്കെ. അപ്പൊ ആ ബുദ്ധിമുട്ടുകൊണ്ട് അമ്മ ചോദിച്ച ആൾക്കാർ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് പറഞ്ഞു നെഹി ബായ്, മാതാജി നെഹി എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ പുലർച്ചെ എന്നെ വീണ്ടും വന്ന് ഈ ബായ് തട്ടി വിളിച്ചു. ബായ് ചായ പീന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ചായ കുടിക്കാൻ ഓട്ടോറിക്ഷയില്. അപ്പൊ ചായ കുടിക്കാൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചു. അപ്പൊ അവര് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ആൾക്കാർ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന പൂജാരിമാരാ. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വയസ്സായ കുട്ടി അച്ഛനമ്മ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങള് കേരളത്തില് കർമ്മം ചെയ്യാറില്ല, അവരുടെ നാട്ടിൽ എങ്ങനെയാണോന്ന് വെച്ചിട്ട് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു. നമുക്ക് അപ്പോഴേക്കും 8 മണിയായി. 8 മണിയായപ്പോ വീട്ടിൽ നിന്ന് കോള് വന്നു ബായിക്ക്. ബായി എന്നെയും കൂട്ടി വീട്ടിൽ വന്നു. നേരെ സ്കൂളിലേക്ക് കീഴ്മാട് സ്കൂളില് ബായിനെ കൊണ്ടാക്കി. ഞാൻ എൻ്റെ ഓട്ടോറിക്ഷ അവിടെ ഇട്ട് ഉണ്ണിമോളിലേക്ക് ഓടി. അപ്പോഴേക്കും വന്ന് ഞാൻ കണ്ട് ഉണ്ണിമോളെ കണ്ടിട്ട് വലം വെച്ച് എൻ്റെ വണ്ടിയിൽ ഓട്ടോറിക്ഷയിൽ കയറുമ്പോഴാണ് ഒരു ചേട്ടൻ പൂജാ സാധനങ്ങളും കൊണ്ട് എൻ്റെ വണ്ടിയിൽ കയറിയിട്ട് എന്നോട് പറഞ്ഞു, അത് എനിക്ക് തോന്നുന്നു കീഴ്മാട് വാർഡ് മെമ്പർ രമണൻ എന്ന് പറഞ്ഞ ചേട്ടനാ. രമണൻ ചേട്ടൻ എൻ്റെ ഓട്ടോറിക്ഷയിൽ കയറി വന്നിട്ട് പറഞ്ഞു, മോനെ ഈ പൂജാ സാധനങ്ങളും കൊണ്ട് ഈ ആംബുലൻസിന്റെ ഫ്രണ്ടില് കീഴ്മാട് ശ്മശാനം ഉണ്ട്, അവിടേക്ക് എത്തിക്കണം മോനെ, ഒരു സഹായം ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ വണ്ടി സ്പീഡിൽ എടുത്തിട്ട് വണ്ടി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്താണ് ചോദിച്ചത്, ഈ രമണൻ ചേട്ടൻ ചോദിച്ചത് മോനോടാണ് ഇന്നലെ രാത്രി ആ ബായി വന്നിട്ട് ചോദിച്ച പൂജാരിനെ അതേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ആരും കിട്ടിയില്ല. അപ്പൊ ആളും പറഞ്ഞു ഇത്ര സമയം ഇനി ആരും വരും തോന്നണില്ല, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉണ്ണിമോൾക്ക് അങ്ങനെ ആരും കർമ്മം ചെയ്യാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ണിമോൾക്ക് എൻ്റെ പെങ്ങളുട്ടിക്ക് ഞാൻ ശേഷക്രിയ ചെയ്തോട്ടെ ചേട്ടാ. അങ്ങനെ പൂജ ചെയ്യാനായിട്ട് താങ്കൾ പൂജ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പൂജ പഠിച്ചിട്ടില്ല. പൂജയല്ല, ഞാൻ ശേഷക്രിയ എന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മകൻ ചെയ്യുന്ന ക്രിയയാണ് ശേഷക്രിയ. അപ്പൊ ഞാൻ ചോദിച്ചു ശേഷക്രിയ എന്റെ പെങ്ങളുട്ടിക്ക് ചെയ്തോട്ടെ ചോദിച്ചു. മക്കൾ ചെയ്യുന്നതാണ് ശേഷക്രിയ. അപ്പൊ ആള് പറഞ്ഞു ഇനി ആരും വന്നില്ല മോനെ അറിയാം മോൻ ചെയ്തോ. ഞാൻ പറഞ്ഞു അപ്പൊ ഈ ഷർട്ടും പാൻറ് ഇട്ടുണ്ടായേ, കാക്കി ഷർട്ടും പാൻറ് ഇട്ടണേ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പാൻറ്റും ഷർട്ട് ഇട്ടിട്ട് കർമ്മം ചെയ്യാൻ പറ്റില്ല ചേട്ടാ, എനിക്കൊരു മുണ്ടും തോർത്ത് മുണ്ട് വേണം. അപ്പൊ എന്നോട് പറഞ്ഞു ഇതാ കാണുന്നത് എന്റെ വീടാണ്, അവിടെ മോൻ വണ്ടി നിർത്ത്, മോനെ ഒരു മുണ്ടും തോർത്ത് മുണ്ടും എടുത്തരാന്ന് പറഞ്ഞിട്ട് എടുത്തന്ന് അങ്ങനെ തന്നെ ശ്മശാനത്തിലെത്തി. എന്നോട് പറഞ്ഞു നമ്പർ പറഞ്ഞു ഇതാ കാണുന്ന വീട്ടിൽ പോയി കുളിച്ച് വെള്ളം തല കൂടെ വെച്ചിട്ട് ഓടി വായോന്ന് തോന്നുന്നു. അങ്ങനെ ഇതെല്ലാം അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. അതെ, അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചു. അല്ലാണ്ട് മാധ്യമ ശ്രദ്ധയ്ക്കോ വാർത്താ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ ആലുവയിൽ ആ സംഭവം അറിഞ്ഞെത്തിയതല്ല. അങ്ങനെ സംഭവം നമ്മൾ മൊബൈലിൽ ഇങ്ങനെ നോക്കുമ്പോ കാലത്തൊട്ട് കാണുന്നതാണ്. 5 വയസ്സുകാരിനെ കാണാതായി ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും താങ്കൾ അങ്ങനെ പൂജ ചെയ്യുന്നു. പൂജ ചെയ്തത് വലിയ വിവാദങ്ങളിലേക്ക് എത്തുകയാണ്. പൂജ അറിയോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. തീർച്ചയായിട്ടും അറിയില്ല, പക്ഷെ അത് അപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് താങ്കൾ ചെയ്യുന്നു. അതെ, അപ്പൊ ഞാൻ കുളിച്ചു വന്നു കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ കുറെ മീഡിയാസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു പൂജാരി അവിടെയല്ല പൂജാരി, ഇവിടെ ഇരിക്കും പൂജാരി, അവിടെ ഇരിക്കും പൂജാരി. ഈ മീഡിയാസ് ആണ് അവിടെ എന്നെ പൂജാരി അതിനെ ആക്കിയത്. അത് കഴിഞ്ഞ് ഉണ്ണിമോളിലെ മീഡിയക്കാരാണ് പറഞ്ഞത് താങ്കൾ പൂജാരിയാണ്. അപ്പൊ ഞാൻ എന്തിട്ട് ചെയ്ത, ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പോഴേക്ക് എന്റെ മുന്നിൽ ഉണ്ണിമോളിലെ ഭൗതിക ശരീരം കൊണ്ടുവച്ചിട്ട് അപ്പുറത്ത് ആലുവ MLA അൻവർ സാദിഖ് നിൽക്കുന്നുണ്ട്, ഇപ്പുറത്ത് മെമ്പർ നിൽക്കുന്നുണ്ട്. സമയം അത് കണ്ടപ്പോൾ എന്ത് തോന്നി? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുഖം എപ്പോഴും മറക്കാൻ പറ്റില്ല മനസ്സിൽ നിന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു കുഞ്ഞുമക്കൾക്കും ആ അവസ്ഥ വരരുത്. ആ അവസ്ഥയിലാക്കിയ ആ നരാധമൻ ഇപ്പോഴും സുഖിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിലില്. ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലുകളില്ലേ, ജയിലുകളിലെ ഈ സുഖവാസം ഒഴിവാക്കി കഴിഞ്ഞാൽ പകുതി സംഭവങ്ങള് ഇവിടെ കുറയും, കുറ്റകൃത്യങ്ങൾ കുറയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സുഖാനുഭവം അനുഭവിക്കുന്നോണ്ടാണ് അവിടെ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ചോറൊക്കെ കൊടുക്കുന്നോണ്ടാണ് വീണ്ടും വീണ്ടും കൊലയാളികൾ ഇങ്ങനെ അടിച്ചു കയറി ദുബായിക്ക് പോണമാതിരി ജയിലിലേക്ക് പോണ്. അതിന് അറുതി വേണമെന്നുണ്ടെങ്കിൽ സുഖവാസം അവസാനിപ്പിക്കണം. അങ്ങനെ ഞാന് ഉണ്ണിമോളുടെ ഭൗതിക ശരീരം മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോ ഞാന് ഈ മെമ്പറിനോട് ചോദിച്ചു
കർമ്മി വന്നില്ല, കർമ്മം പറഞ്ഞുതരാൻ. അപ്പൊ ഈ മെമ്പർ പറയാ, ഇത്ര നേരമായിട്ട് ആരും വന്നില്ല മോനെ അറിയണ പോലെ തന്നെ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ തങ്ങളെ ചെയ്യുന്നു അല്ലെ? അങ്ങനെയാണ് എനിക്ക് നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ആൾക്കാർ മരിച്ചിട്ട് ചെയ്യുന്ന പോലെ വിളക്ക് വെച്ചു, പുഷ്പിട്ടു. മനസ്സിലായി. അങ്ങനെയാണ് താങ്കൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു വാർത്താ പ്രായത്തിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് സംസ്കാരം കഴിഞ്ഞിട്ട് MLA പറഞ്ഞു അവിടെ പോയി കുളിച്ചോളാൻ പറഞ്ഞു. കുളിച്ചു കഴിഞ്ഞ് വന്നപ്പോഴാണ് കുറെ യൂട്യൂബേഴ്സ് മൊബൈൽ എടുത്തിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഓട്ടോക്കാരനായ രേവത് ബാബു എന്തിനെ പൂജ ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ആരും വന്നില്ല ആ സമയത്ത്, അതുകൊണ്ട് ഞാൻ ചെയ്തു. പിന്നെ ഞാനും ഭായും പോയിട്ട് അന്വേഷിച്ച സ്ഥലത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇങ്ങനെയാണ് 5 വയസ്സായ. എന്താണ് അവര് ചോദിച്ചത്? എന്നിട്ട് താങ്കൾ ഓട്ടോ ഡ്രൈവറായ താങ്കൾ എന്തിനാണ് പൂജ ചെയ്തതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളവിടെ വൈകുന്നേരം പോയിട്ട് അന്വേഷിച്ചു, കാര്യങ്ങൾ അവിടെ നിന്ന് ആരും വന്നില്ല. ചോദിച്ചവര് ഇങ്ങനെയാണ് പറഞ്ഞത്, 5 വയസ്സായ കുട്ടി അച്ഛനമ്മയും ജീവിച്ചിരിക്കുമ്പോ പൂജ ചെയ്യാൻ വരാൻ പറ്റില്ല, ഇവിടെ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്റെ മനസ്സിൽ തോന്നിയതാണ്, ഇവരിന് ഹിന്ദിക്കാരായതുകൊണ്ടാവോ ഇവര് ഇങ്ങനെ തള്ളി പറയണെന്ന് വെച്ചിട്ട് നമ്മുടെ മനസ്സിലൊരു ഇത് വന്നു. അത് ഇവരുടെ അടുത്ത് ഇങ്ങനെ ഇതേപോലെ തന്നെ പറഞ്ഞു. അത് ഇവര് കട്ട് ചെയ്തിട്ട് ഹിന്ദിക്കാരെ കുട്ടി ആയതുകൊണ്ടാണ് പൂജാരിമാര് വരാത്തതെന്ന് പറഞ്ഞാൽ അത് കണ്ടന്റ് ആയിട്ട് ഇവര് കയറ്റി വിട്ടു.